ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 4 സ്റ്റേഷൻ പരിധികളിൽ തീവ്ര മഴ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പലയിടങ്ങളിലും അത് മഴ കൂടുതൽ ശക്തമാവുകയാണ്. ജൂൺ 1 മുതൽ ജൂൺ 26 വരെയുള്ള മഴയിൽ 27% കുറവാണ് നിലവിലുള്ളത്. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ അസാധാരണ മഴ ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ 14%, തിരുവനന്തപുരത്ത് 12%മാണ് നിലവിൽ മഴ കുറവുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലയുടെ പല മേഖലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുകയും പത്തനംതിട്ട ക്രോസ് വേ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. 400ഓളം കുടുംബങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. മാത്രവുമല്ല, ഇടുക്കി ജില്ലയിൽ മഴ തീവ്രമായിട്ട് തന്നെ പെയ്യുന്ന സാഹചര്യമാണ്. അവിടെയുള്ള ഡാമുകളൊക്കെ, ചെറിയ ഡാമുകളൊക്കെ തന്നെ തുറന്നിരിക്കുന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡാമുകളൊക്കെ തുറന്നിരിക്കുന്നത്. സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗ്യാപ്പ് റോഡ് ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരുന്ന സാഹചര്യമാണ്. അവിടെ മണ്ണിടിഞ്ഞ് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉരുൾപൊട്ടുവാനുള്ള സാഹചര്യമൊക്കെ മുൻകൂട്ടി കാണണം എന്നുള്ള അറിയിപ്പുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. കാരണം മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കുക, അധികൃതരുടെ നിർദ്ദേശാനുസരണം വളരെ പെട്ടെന്ന് അവിടുന്ന് മാറി താമസിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഡാമുകളൊക്കെ തുറക്കുമ്പോൾ അതിന് താഴ്ഭാഗത്തുള്ള ഈ ഒരു നദികളുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ അതീവമായിട്ട് ജാഗ്രത പാലിക്കണം. ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം 2018 ഏത് രീതിയിലാണ് പ്രളയമൊക്കെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം. ആ ഒരു രീതിയിലേക്ക് പോകുകയില്ലെങ്കിൽ പോലും വലിയൊരു ശക്തമായിട്ടുള്ള രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ആലപ്പുഴ ജില്ലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയത് ഇറങ്ങിപ്പോകാൻ സാധിക്കത്തില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. മഴ വരും മണിക്കൂറുകളിലും ശക്തമായി തുടരുന്ന സാഹചര്യമാണ് എങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. നിങ്ങൾക്ക് ഈ മഴയുടെ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും. എത്രമാത്രം ശക്തമായിട്ടാണ് പ്രകൃതി നമ്മളോട് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി. നമ്മൾ ചെയ്യുന്നതിനൊക്കെയുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ബുദ്ധിമുട്ട്, വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ പ്രകൃതി നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു, അതിനനുസരിച്ച് പ്രകൃതി തിരിച്ചു തരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തെ വാസ്തവം.